ബിഗ് ബോസ് സീസൺ 7 രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡിലും കുരുതി കൊടുക്കാനായിട്ട് ലാലേട്ടനും ബിഗ് ബോസ് ടീമും തെരഞ്ഞെടുത്തത് അനീഷിനെയും അനുമോളെയും തന്നെയാണ്. ആ, എന്തൊരു ആചാരം! ഇവരെ രണ്ടുപേരെയും കുരുതി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഈ ലാലേട്ടനും അതോടൊപ്പം തന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾക്കും പിന്നെ ഇതിന്റെയൊക്കെ ഷോ ഡയറക്ടർമാർക്കും ഒക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും പ്രത്യേകം എടുത്ത് കുരുതി കൊടുക്കണം. ഇവരെ രണ്ടുപേരെയും തരം താഴ്ത്തി കാണിക്കണം. അതാണ് ഇവിടെ ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ നമ്മുടെ ഈ പപ്പുമോൻ ഉണ്ടല്ലോ, അക്ബർ കുഞ്ഞ്, ഈ പറയുന്ന ബിഗ് ബോസിന്റെയും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിന്റെയും അങ്ങ് മുത്തിന് ഇന്നലെ ആ രാജകീയ ഒരു വരവേൽപ്പ് ഇന്നലെ കൊടുത്തിരുന്നു. നിങ്ങൾ കാണാതെ പോകല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ. കാറിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു, എന്നിട്ട് ഒരു ലെറ്റർ. ഓ, എന്തുവാന്നറിയാമോ? എന്നിട്ട് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തിയ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കാറിന്റെ പരസ്യം ആണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ പറയുന്ന പപ്പുമോന് വലിയൊരു എന്താ പറയാ ഒരു 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 ആദരവ് കൊടുത്തിരിക്കുകയാണ്. കാരണം അവൻ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും, അവന്റെ വായിന്ന് വീഴുന്ന പല വൃത്തികേടുകൾക്കും, അവൻ സ്ത്രീകളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ചുക്കാൻ പിടിക്കുന്ന ഒരു ടീമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ബിഗ് ബോസും ലാലേട്ടനും കൂട്ടരും. ഇന്നലത്തെ എപ്പിസോഡിലും അനുമോൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് അടി കിട്ടുന്നത്. അനുമോളുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിച്ചനുമായി ബന്ധപ്പെട്ട ആ കടലമാവ് ഉണ്ടാക്കി എന്നുള്ള ഒരു വിഷയവും അതോടൊപ്പം തന്നെ തൈരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവുമാണ് എടുത്ത് ചൂണ്ടിക്കാണിച്ചത്. തൈര് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറഞ്ഞത് തന്നെ തെറ്റാണ്. പുള്ളിക്കാരി പറഞ്ഞത് തൈരായി എന്നുള്ള കാര്യമാണ് പറയണേ, അല്ലാതെ ഇത് തിരിഞ്ഞുപോയി എന്നുള്ള ഒരു കാര്യം പറയാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയും എന്നാൽ അനുമോൾ അത് തിരുത്തി പറഞ്ഞില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് അനുമോളുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു തെറ്റാണ്. അതൊക്കെ ആ ഒരു തെറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കടലമാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്ത ആ ഒരു വിഷയം ഈ പറയുന്ന നെവിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഈ പറയുന്ന അനുമോടെ കൂടെ പോയി ഭക്ഷണം ഉണ്ടാക്കി തിന്നവന്മാർ വരെ ഈ അനുമോളെ കുറ്റപ്പെടുത്തി. അന്നേരം ഈ നെവിന്റെ ഈ തെമ്മാടിത്തരവും ചെറ്റത്തരവും ഈ പറയുന്ന അനുമോളുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള അവന്റെ ആക്രമണങ്ങളും ഒക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യാതിരുന്നത് അനുമോടെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നെവിനെ ചോദ്യം ചെയ്യാതിരുന്നത്. നെവിൻ കാണിച്ചത് തെമ്മാടിത്തരമാണ്, പോക്കൃത്തരമാണ്. ഇവന്റെ എല്ലാ കോമാളിത്തരങ്ങളും ഒരു കോമഡി എന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് കഷ്ടപ്പെടുന്നത്? ഇവ കാണിക്കുന്നത് എന്താണ്? ഇവന്റെ ചേഷ്ടകൾ, ഇവന്റെ കോമാളിത്തരങ്ങൾ ഞങ്ങൾക്ക് ചിരി വരുന്നില്ല. ഇത് വെറും ഒരു കോമാളിത്തരമാണ്, ഇത് കോമഡി അല്ല. നിങ്ങൾ എന്താണ് ഈ കോമഡി അല്ലെ നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് എന്നൊക്കെ വിചാരിക്കുന്നത് എന്താണ്? ഇവന്റെ ഈ ഒരു കോമാളിത്തരമോ? ഇവൻ ഫുഡ് കട്ട് തിന്നവനാണ് മുമ്പ്. എന്നിട്ട് ഈ അനു ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം കുറെ ഫുഡ് 2-3 ചപ്പാത്തി പിന്നെ 2-3 ദോശ ഉണ്ടാക്കിക്കൊണ്ട് വീടിനുള്ളിലേക്ക് വരുമ്പോൾ ഇവൻ ആക്രാന്തം പിടിച്ച് ഇവന് മാത്രം വേണമെന്ന് ഇവൻ പിടിവാശി പിടിക്കുകയും ഈ പെണ്ണിന്റെ പുറത്തേക്ക് കയറി കിടക്കുകയും അത് മേടിക്കാൻ നോക്കുകയും ചെയ്യുമ്പോൾ ആ കൊച്ചു അതിലും കൂടെ എടുത്ത് വായി കയറ്റി വെച്ചു. ഇവൻ അത്രമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു. ആ പ്ലേറ്റ് തട്ടിക്കളഞ്ഞിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല? ഫുഡ് തട്ടിക്കളഞ്ഞ വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ട് നെവിനെ ചോദ്യം ചെയ്തില്ല? അപ്പൊ അതൊക്കെ നല്ലതും അനുമോൾ ചെയ്തത് മൊത്തം തെറ്റും അല്ലേ? നല്ല സംഭവമാണ്. പിന്നെ ഇന്നലെ അനീഷിനോട് കാണിച്ച ഒരു പോക്കൃത്തരം ഏറ്റവും എന്താ പറയാ വെറുത്തുപോയ ഒരു സംഭവമായിരുന്നു. ഈ അനീഷിനെ ജയിലിലേക്ക് വിട്ട ഒരു സംഭവവും അനുമോളെ ജയിലിലേക്ക് വിട്ട സംഭവമോട് ചോദിക്കുകയാണ് ലാലേട്ടൻ. ചോദിക്കുമ്പോൾ അനീഷ് എത്ര ഇട് ജയിലിൽ പോയെന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നത് 5 ഇട് പോയിട്ടുണ്ട്, തുടർച്ചയായി 4 ഇടാണ് പോയത്. ഞാൻ ജയിലിൽ പോകാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് ഇന്നേ വരെ അറിയത്തില്ല എന്ന് ലാലേട്ടനോട് പറയുന്നു. അതിനെക്കാട്ടിലും ഇവിടെ കക്കുകയും മോഷ്ടിക്കുകയും ചെയ്തവരുണ്ട്, പലര് സ്ത്രീകൾക്കെതിരെ പറഞ്ഞവരുണ്ട്, അങ്ങനെ തുടങ്ങി ഈ പറയുന്ന അനീഷ് പല കാര്യങ്ങളും പറയുന്നു. എന്നിട്ട് മത്സരാർത്ഥികളോട് ചോദിക്കുന്നു, അനീഷിനെ നിങ്ങൾ എന്തിനാ വോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയുകയാണ് അനീഷ് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് പറയുന്നു, പുറത്തേക്ക് വേറൊരു രീതിയിൽ പറയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അനീഷ് എന്ന രീതിയിൽ പറയുന്നു. പിന്നെ ഈ പറയുന്ന സാവുവും പറയുന്നു, കൈ കടിച്ച കാര്യം പറയുന്നു, മീറ്റിംഗ് കുളമാക്കിയ കാര്യം പറയുന്നു. ഇങ്ങനെ തുടങ്ങി അവർക്ക് പറയാൻ ഈ പറയുന്ന ബാലിശമായിട്ടുള്ള ന്യായങ്ങളാണ് അവർ വെക്കുന്നത്. മീറ്റിംഗ് കുളമാക്കിയ കാര്യം നമുക്കറിയാം. അനീഷിന്റെ വിഷയം ചുമ്മാതെ എടുത്ത് അവര് അനീഷ് എന്തോ ചെയ്തെന്ന് പറഞ്ഞ് വിട്ടപ്പോൾ അനീഷിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് അവിടുന്ന് സംഭവിച്ചത്. പിന്നെ അനീഷ് അടങ്ങിയില്ല, അവൻ അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കി. അതൊക്കെയാണ്. പക്ഷേ അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തവരൊക്കെ അവിടെ നിൽക്കവേ അനീഷിനെ ഈ തുടരെ ജയിലിലേക്ക് വിടുന്നത് എന്തുകൊണ്ടാണ്? അനീഷും ഈ പറയുന്ന അനുമോളും അവിടുത്തെ ബലിമൃഗങ്ങളാണ്, കുരുതി കൊടുക്കാനുള്ളവരാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലാലേട്ടൻ ഒരു സമ്മാനം എന്ന രീതിയിൽ, അതായത് ഇത്രയും നാൾ ജയിലിൽ കിടന്ന അനീഷിന് ഒരു സമ്മാനം അവിടെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ അങ്ങോട്ട് വിടുകയാണ്. അപ്പൊ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് എന്തെങ്കിലും ഒരു ട്രോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്കൊരു ഇതായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും, അല്ലെ അനീഷിനൊരു സന്തോഷം തരുന്ന രീതിയിൽ എന്തെങ്കിലും ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ അവിടെ ചെന്ന സമയത്ത്
എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇതുപോലൊരു നാറിയ കളി ഈ ബിഗ് ബോസ് കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ലാലേട്ടൻ അതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഈ ഉദ്ഘാടനത്തിനൊക്കെ കാണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റിബൺ അഴിക്കാനായിട്ട് അനീഷിനോട് പറയുന്നു. അനീഷ് ആ റിബൺ അഴിക്കുന്നു. അഴിക്കുമ്പോ എന്താണ്, അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്നുള്ള ഒരു ബോർഡ്. ഇത് കണ്ടപ്പോ തന്നെ അനീഷ് തകർന്നുപോയി. ഒരിക്കലും അനീഷും ബിഗ് ബോസിന്റെ അടുത്തൊന്നും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല, ലാലേട്ടന്റെ അടുത്തൊന്നും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. മത്സരാർത്ഥികൾക്കൊക്കെ സന്തോഷമായി. അവർക്കൊക്കെ ഈ കൂടെ ഉണ്ടായിരുന്ന പലർക്കും മനസ്സിലായി അനീഷിന് വിഷമം വന്നിട്ടുണ്ടെന്ന്. ആരിനൊക്കെ പറയുന്നു ഇനി ഒരു വട്ടം കൂടെ അനീഷ് ജയിലിലേക്ക് പോകണം എന്ന രീതിയിൽ പറയുന്നു. എങ്ങനെ ഇരിക്കുന്നു? അനീഷ് അവിടെ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട് മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ലാലേട്ടനോട് പറയുന്നുണ്ട്. ഈ ലക്ഷ്മി പറയുന്നുണ്ട് ഇതൊരു ഗെയിമായിട്ട് എടുത്താൽ മതിയെന്ന്. നിങ്ങൾക്ക് ഇതൊക്കെ ഗെയിം ആയിരിക്കാം. ഒരു മനുഷ്യന്റെ മനസ്സിനെയാണ് നിങ്ങൾ തകർത്ത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അത് ഒരിക്കലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷ് ഈ ജയിലിന്റെ എന്തോ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാക്കിയത്? നിങ്ങൾ അവനെ ബൂസ്റ്റ് ചെയ്തതല്ലല്ലോ, നിങ്ങൾ അവനെ കളിയാക്കിയതല്ലേ. ഇത് വളരെ മോശമായി പോയി. ഇത് വളരെ ചീപ്പ് പരിപാടിയായിരുന്നു. നിങ്ങൾ ഈ അക്ബറിനും ആര്യനും കപ്പ് കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ ഈ അനുമോളെയും അനീഷിനെയും അതോടൊപ്പം തന്നെ ഷാനവാസിനെയൊക്കെ അടിച്ച് താഴ്ത്തി അവരുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം ഇവർ കൊള്ളരുതാത്തവരാണെന്ന് അവരുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആര്യനെയും ഈ അക്ബറിനെയും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് ഇന്നലെ ലാലേട്ടൻ അനീഷിനോട് ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ അങ്ങ് തമാശയായിട്ട് എടുത്താൽ മതിയെന്ന്. ഇത് എങ്ങനെയാണ് തമാശയായിട്ട് എടുക്കാൻ പറ്റുക ലാലേട്ടനോടാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ലാലേട്ടൻ ഇത് തമാശയായിട്ട് എടുക്കുവോ? ഒരു മനുഷ്യന്റെ ഇമേജിനെ വല്ലാണ്ടിട്ട് കളിക്കരുത്. ഒരാളുടെ ഇമോഷനെ വെച്ച് കാശുണ്ടാക്കുന്നതിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഇന്നലെ അനുമോൾ അവിടെ നിന്ന് കരയാൻ വന്നിട്ട് പോലും ആ പെങ്കൊച്ച് അവിടെ പിടിച്ചു നിന്നത്. ഈ പറയുന്ന കൂടെ നിന്ന് എല്ലാ ഞണ്ണിയോമാര് വരെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി ആ കൊച്ചു കൊടുത്തിട്ട് അത് ഞണ്ണിയിട്ട് ഈ പറയുന്ന അനുമോളെ കുറ്റം പറഞ്ഞു. എന്നിട്ട് പോലും ലാലേട്ടൻ ഒരു കാര്യം അവിടെ ചോദിച്ചില്ല. എന്നിട്ട് അനുമോക്ക് കരച്ചു വരുമ്പോൾ ഒരുത്തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് വന്നിട്ട് നാടകം കളിക്കുക ഈ ആര്യൻ. ഇതുപോലെ റെസ്പെക്ട് ഇല്ലാതെ അവിടെ ചെയ്യുന്ന ഒരുത്തിനെ കണ്ടു. ലാലേട്ടന്റെ മുമ്പിൽ വെച്ചാണ് അവൻ ഈ ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ലാലേട്ടൻ വിടുവോ? അവന്റെ ആ കോമാളിത്തരങ്ങൾ, അവൻ ആ കാണിക്കുന്ന ടിഷ്യൂ എടുത്ത് അനുമോക്ക് തുടയ്ക്കാൻ കൊടുക്കുന്നു. അനുമോട് പറഞ്ഞ് എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല എന്ന്. പക്ഷെ ആ കൊച്ചിന്റെ മനസ്സ് നല്ല രീതിയിൽ തന്നെ ഇന്നലെ വേദനിച്ചിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ്, മിനിഞ്ഞാന്നത്തെ സൺഡേ സാറ്റർഡേ എപ്പിസോഡ് ആ കൊച്ചിനെ അടിച്ച് ഇരുത്തി കളഞ്ഞു. അതോടൊപ്പം തന്നെ അനീഷിനെ, ഇതിനു മുമ്പ് ഷാനവാസിനെ, ആ അനീഷിനെ, ഇങ്ങനെ ഇവർക്ക് ഓരോ ദിവസവും ഈ പറയുന്നവരെ മാത്രമേ ഇവർക്കുള്ളൂ. അത് കൃത്യമാണ്. പിന്നെ വേറൊരു കാര്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന അക്ബർ അനുമോടെ ദേഹത്തേക്ക് കയറി ഇങ്ങനെ കിടക്കുകയാണ്. അനുമോൾ ഇച്ചിരിയല്ലേ ഉള്ളൂ, അവന്റെ ഈ പിന്നെ വയറിന്റെ അത്രേ ഉള്ളൂ ഈ പറയുന്ന അനുമോള്. ഇവൻ ആ പുറത്തുകൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ആ കൊച്ചിന് എങ്ങനെ അത് ഇതാകും? ആ കൊച്ചു അവിടെ കിടന്ന് അലറുന്നുണ്ട്, കരഞ്ഞു വിളിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവൻ കേട്ടില്ലെന്ന് പറയുമ്പോൾ അത് എന്താണ് ഈ ലാലേട്ടൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ ബസിന്റെ അവിടെ ജാക്കി വെച്ചൊന്നും ആ കൊച്ചു പറഞ്ഞില്ല. ബസ്സിൽ നിന്ന് തെള്ളുന്ന പോലത്തെ തെള്ളലാന്നാ പറഞ്ഞത്. അതിനെന്ത് ജാക്കി എന്നാണോ അതിന്റെ എല്ലാത്തിനും അർത്ഥം? അങ്ങനെയാണെങ്കിൽ നമ്മളാരും ബസ്സിൽ കയറല്ലോ, എല്ലാവരും ജാക്കി വെപ്പാണോ പരിപാടി? അപ്പൊ ആ കൊച്ചിനെ ഒരുമാതിരി ആ കൊച്ചിന്റെ ഇമേജിനെ തന്നെ കോട്ടം തട്ടിക്കുവാണ് ഇവിടെ. ആ കൊച്ചു ജാക്കി വെച്ചു, അല്ലെങ്കിൽ ആ ജാക്കി വെക്കുന്നവൻ എന്ന് പറയിപ്പിച്ചു, അല്ലെ ഒരു പുരുഷനെ അങ്ങ് അടിച്ചാക്ഷേപിക്കുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആ കൊച്ചിന്റെ ഇമേജിനെ തകർക്കാനായിട്ട് നോക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അക്ബർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അനുമോള് സാരി ഉടുത്ത പന്തിന്റെ ടാസ്ക് കളിക്കാൻ വന്ന സമയത്ത് ഈ സാരി ഞങ്ങൾ പിടിച്ചു വലിച്ച് ഞങ്ങളത് പിന്നെ വലിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളത് പറിച്ചു കളയുന്ന ആമ്പിള്ളേരാണ് ഇവിടെ ഉള്ളത് എന്ന് പറയിക്കുന്ന രീതിയിൽ ഈ അനുമോള് പറയുമെന്നും പറയാനാണ് ഈ അക്ബർ. അപ്പൊ ഇതൊന്നും ലാലേട്ടന് ചോദിക്കണ്ട. ഇവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ നെറുകേടുകൾ ഇതൊന്നും നിങ്ങൾ കാണുകയും വേണ്ട, നിങ്ങൾ ചോദിക്കുകയും വേണ്ട, നിങ്ങൾ ജയിലിലും വിടണ്ട. നിങ്ങൾക്ക് കുരുതി കൊടുക്കാൻ നിങ്ങൾ അവിടെ വളർത്തുന്ന എന്താ പറയുക, അവിടെ നിങ്ങൾ നിർത്തിയിരിക്കുന്ന 3 മൃഗങ്ങളാണ് അനീഷ്, ഷാനവാസ്, അതോടൊപ്പം തന്നെ അനുമോള്. അല്ലേ? എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ ലാലേട്ടന്റെ മുമ്പിൽ എന്തെങ്കിലും അനീഷും ഈ അനുമോളും സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വരിക എന്ന് വിചാരിച്ചു. ഉടൻ തന്നെ ലാലേട്ടൻ അവിടെ കളിയാക്കുന്നു. അവർ പറയാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേന് ആ വാക്കിനെ എടുത്ത് കളിയാക്കുക. കൂടെ ഈ പറയുന്ന കണ്ടസ്റ്റന്റ്സും. ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ നിങ്ങൾ എത്രത്തോളം ഇവരെ അടിച്ചു താക്കുന്നോ അത്രത്തോളം ഇവർ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് പ്രേക്ഷക പിന്തുണ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും